നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരംഭശൂരത്വം. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങും, പക്ഷേ അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ് ഇട്ട് അത് കംപ്ലീറ്റ് ചെയ്യാതെ ആയി കാണും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ അതേപോലെ എനർജറ്റിക് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ആരംഭശൂരത്തെ ഒഴിവാക്കി എങ്ങനെ നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്താം എന്നുള്ളതിന് വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് 100% പെർഫെക്ഷൻ ആയിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ള പിടിവാശിയൊന്നും വേണ്ട. പകരം നമുക്ക് എപ്പോഴാണോ അത് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത് ചെറിയ രീതിയിലൊരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള പ്രോബ്ലംസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടെ സൊല്യൂഷൻ ഉണ്ടാക്കി നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ചെയ്യേണ്ട എത്ര വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയാലും അതിനെ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഈസി ആയ കാര്യങ്ങളിലൂടെ അത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ പഠനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സമയം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് 15 മിനിറ്റ് ആണെങ്കിൽ നാളെ 20 മിനിറ്റ്, അങ്ങനെ ആ ഒരു ടൈം ലാഗ് അല്ലെങ്കിൽ ടൈം ലിമിറ്റ് നിങ്ങൾ തന്നെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ത് കാര്യമായാലും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും നമുക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് എത്ര വരെ ഉണ്ടാകും എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ പേടി മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു പേടി മാറ്റുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു പേടി എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരുപാട് എപ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും വരില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ വിജയമെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ആ വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റി, ആ സമയത്തും നിങ്ങൾ ഇതുപോലെ പേടിച്ചിരുന്നില്ലേ, ആ പേടിയെ ഓവർകം ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് അന്ന് വിന്നർ ആവാൻ പറ്റിയത് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയങ്ങളിൽ നമുക്ക് സ്വയം മോട്ടിവേറ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.